സദ്യ വിഭവങ്ങളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ടുകറിയാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒന്നിലധികം പച്ചക്കറികൾ കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതിനെയാണ് കൂട്ടുകറി എന്ന് പറയുന്നത്. സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും എന്നാൽ വെജിറ്റേറിയൻ വിഭവങ്ങളിൽ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതുമായ ഒന്നാണ് കൂട്ടുകറി. അപ്പോൾ നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് രുചികരമായിട്ടുള്ള കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ഷവാന. അര കപ്പ് കടല ഏകദേശം 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കടലയ്ക്ക് പൊതുവെ വേവ് കൂടുതലായതുകൊണ്ട് തന്നെ 6-7 വിസിൽ വരുന്നത് വരെയെങ്കിലും നമ്മളിത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കടല ഏകദേശം വെന്ത് നല്ലൊരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് 1 കപ്പ് നേന്ത്രക്കായ അരിഞ്ഞതും 1 കപ്പ് ചേന അരിഞ്ഞതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുക്കറിൽ വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/4 ഗ്ലാസ്സോ വെള്ളം നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെയെങ്കിലും നന്നായിട്ട് ഈ പച്ചക്കറികൾ ഈ കടലയും ചേർത്ത് വേവിച്ചെടുക്കാം. ചില സ്ഥലങ്ങളിൽ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ പച്ചക്കറിയും കടലയും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാറുണ്ട്. ഞാനിവിടെ ഒരുമിച്ച് വേവിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 3 വിസിൽ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കൂട്ടുകറിയുടെ വേവിൻ്റെ പരുവം എന്ന് പറയുന്നത് നമുക്ക് ഉടച്ചാൽ ഉടയുന്ന ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ എല്ലാം തന്നെ നല്ല വേവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിനൊരു മൺചട്ടിയിലേക്ക് മാറ്റി. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കഷ്ണങ്ങളെല്ലാം തന്നെ ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതായത് 1/2 ഗ്ലാസ് തേങ്ങയും അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഈ തേങ്ങ അരപ്പ് നമുക്ക് നമ്മുടെ കൂട്ടുകറിയുടെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. വറുത്തെടുത്ത തേങ്ങയും പച്ചക്കറിയും കടലയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത 1 ടീസ്പൂൺ ശർക്കരയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. വറുത്തെടുത്ത തേങ്ങ ഒരല്പം ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുത്തു. അപ്പോൾ വളരെ സ്വാദിഷ്ടമായതും എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കൂട്ടുകറി ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.